2025 എക്സാംസ് അറ്റൻഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പേപ്പറിൻ്റെ ഒരു ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ MCQയിൽ GKനും പിന്നെ കുറച്ച് കൗണ്ടിങ് ഫിഗേഴ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ റോഡ് സൈൻസിലൊക്കെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ലോഗോസ്, ഇതൊക്കെ അവർ നല്ലോണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് പാർട്ട് വണ്ണിൽ എനിക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്ന് കരുതിയാൽ പഠിക്കേണ്ടതെന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്രാവശ്യം എന്തോ കാരണം കൊണ്ട് അത് വന്നിട്ടില്ല, മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. പിന്നെ ക്ലോക്കിൻ്റെ പറ്റി ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ ക്ലോക്കിനെ പറ്റി. കൂടുതലും GKയും പിന്നെ ഇതുമായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആയിരുന്നു. പിന്നെ ഫിഗേഴ്സ് കൗണ്ട് ചെയ്യുക, അപ്പോൾ അതൊക്കെ നന്നായി നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ട് 2 ഡ്രോയിങ്ങിനെ പറ്റി. ഇപ്രാവശ്യം ഞങ്ങളുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 25 മാർക്സ് ആപ്റ്റിറ്റ്യൂഡിനും പിന്നെ 75 മാർക്സ് ഡ്രോയിങ്ങിനുമായിരുന്നു. അപ്പോൾ ഡ്രോയിങ്ങിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ക്രിയേറ്റിവിറ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ ക്രിയേറ്റീവ് മൈൻഡിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ അത് നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയ ആ ഡ്രോയിങ് പാർട്ട് എളുപ്പമായിരിക്കും. പിന്നെ പേഴ്സ്പെക്റ്റീവ്സ്, അതവരങ്ങനെ ഡയറക്റ്റ്ലി ചോദിക്കണം എന്നില്ല, ബട്ട് അത് നമ്മൾ പഠിച്ചു വയ്ക്കണം. അവർ വരയ്ക്കാൻ പറഞ്ഞാൽ പേഴ്സ്പെക്റ്റീവ്സ് വരയ്ക്കാൻ ചോദിച്ചിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം, പക്ഷെ ഞാൻ വരച്ചു. അപ്പോൾ അങ്ങനെ. പിന്നെ NID എക്സാമിൽ വാച്ച് കെട്ടിക്കൊണ്ടുപോകാൻ പാടില്ല എന്ന് അഡ്മിറ്റ് കാർഡിൽ എഴുതിയിരുന്നു. അപ്പോൾ വാച്ച് കൊണ്ടുപോയില്ല. ക്ലാസ് റൂമിൽ വാച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷേ ക്ലാസ് റൂമിലും വാച്ച് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തരാൻ പറ്റുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇൻവിജിലേറ്ററിനോട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ സമയം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് വരയ്ക്കാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ പേഴ്സ്പെക്റ്റീവ്സും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ കൈയിൻ്റെ ആ മസിൽ മെമ്മറി അത് ശരിയായി വരണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ അത് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.